കരമേട്ടിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ സഹത്തിന് റൊണാൾഡ്. ഹലോ ഹലോ, നമസ്കാരം ചേട്ടാ. പറഞ്ഞോളൂ. കൊറോണ ചേട്ടാ. ശ്രമിക്കാം. ഓക്കെ, പറഞ്ഞോളൂ. അത് എനിക്ക് കുറച്ച് വിവരങ്ങള് അറിയാനേ. അതെ, എയർടെല്ലിന്റെ പുതിയ ഓഫർ എങ്ങനെയുണ്ട് ചേട്ടാ? തീർച്ചയായും സഹായം. വിളിക്കുന്ന നമ്പർ ഒന്ന് കൺഫേം ചെയ്തോട്ടെ. 9895795549. ഓക്കെ സാർ, ഞങ്ങളാദ്യം സ്പീക്കർ ഫോൺ ഒന്ന് നോക്കിയാൽ. ഹലോ ഹലോ, അതെ കംപ്ലൈന്റ് ആണ് ചേട്ടാ. സ്പീക്കർ ഓൺ ആയിക്കൊണ്ടിരിക്കണേ. അതെ കംപ്ലൈന്റ് ആണ്. ലൗഡ് സ്പീക്കർ ഓഫ് ആക്കാൻ സാധിക്കത്തില്ല. ഇല്ല, ലൗഡ്. അതാണ് ഞാനിപ്പോ മാറി നിന്നിട്ട് സംസാരിക്കണേ. ഓക്കെ, വിളിച്ച ഓഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ്. അതിന് എന്റെ പേര് ഞാൻ ആദ്യം പറയാ. അതെ, എന്റെ ഒരു പുഷ്ടി. ഓക്കെ. അതായത് ഓഫർ എന്താന്ന് വെച്ചാലേ, അതെ, നിങ്ങളോട് കൊറേ കൊല്ലായി ഇത് എയർടെല്ലിന്റെ ഓഫീസ് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ ആലോചിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ ഒരു ചാൻസ് തരണേ. നിങ്ങൾക്ക് നിങ്ങളെ ഇതില് വല്ല എയർടെല്ലിന്റെ ടവർ എടുക്കാനില്ല ചേട്ടാ? നിങ്ങളെ എയർടെല്ലിന്റെ വല്ല ടവറ്, പഴയ ടവർ 10-200 രൂപ കൊടുക്കാനില്ല? വീടിന്റെ ഉമ്മർക്ക് വെക്കാനോ? ഒട്ടും റേഞ്ചില്ലേ? എന്ത് ക്ഷമിക്കാൻ ചേട്ടാ? ഞങ്ങളെ പണി ചള്ളക്കാരിലുള്ള പണി ചള്ള. അത് വിറ്റുമല്ല 19 രൂപ ചെലവ് കിട്ടുന്നുണ്ടല്ല. 10-200 രൂപ റീചാർജ് ഒരു നാളിക്കും. നിങ്ങളും മറ്റവരോരെ കെട്ടി അങ്ങനെ ജീവിക്കും. 200 രൂപ റീചാർജ് ചെയ്യാൻ 50 പൈസ കയറി ടവറില്ല. 200 രൂപ നിരക്കില്ല പാട്ടും പാടുക്കാം ചേട്ടാ. ഹലോ, കേൾക്കുന്നുണ്ടോ? ക്ഷമിക്കുക, ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? നാളേക്ക് 10 വയസ്സില്ല പറ്റില്ല. 10 വയസ്സില്ല പറ്റില്ല. നിങ്ങളെന്താ ഇങ്ങനെ കളിക്കുന്നത്? നിങ്ങൾ എയർടെല്ലിന്റെ എപ്പോഴും ഞങ്ങൾ വിളിച്ച് ഒരു നമ്പർ മുസി തന്നെ കാട്ടത്. ഹലോ നമ്പർ നിങ്ങളെ എയർടെല്ലിന് എന്റെ കൂട്ടാൻ എല്ലാ അർജന്റായിട്ട് വിളിക്കുമ്പോ നമ്പർ ബുസി നാട്ടു. എന്താണത്? ക്ഷമിക്കാതെ വീട്ടിലേക്ക് വിളിക്കുമ്പോഴാണോ? ഹലോ പറഞ്ഞോളൂ. എന്റെ വീട് വിറ്റിട്ട് 19,000 രൂപ ലാഭം കിട്ടിയപ്പോ ഒരു കളർ ഫോൺ എടുത്ത്. അത് ഫോണെടുത്തവരും പറ്റിച്ച് നാട്ടുകാരും പറ്റിച്ച് 8,000 രൂപ ഞാൻ കൊടുത്തു. ഹലോ കേൾക്കുന്നുണ്ട്. സോണി എന്ത് എറിക്സൺ പോന പുതിയ സെറ്റിന്റെ ഒരു എറിക്സനാ സോണി എറിക്സൺ സെറ്റ് മേടിച്ചിട്ട് 8,000 രൂപ എടുത്തിട്ട് ഇപ്പൊ അവിടുത്തെ സംസാരിക്കാൻ പറ്റുള്ളൂ. എന്നെല്ലാവരും പറ്റി കൂട്ടാരും കാല് പിടിച്ച് കളഞ്ഞ് ഉച്ചെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ എയർടെല് യൂസ് കൊല്ലം കുറെ നോക്കണേ. എയർടെല് കിട്ടുമ്പോ നമ്പർ ബുസി നാട്ടില്. ഞാനെന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? അങ്ങനെയും പറയണ്ട. താൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പണിണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാമോ? നിങ്ങൾക്ക് രാവിലെ ചെയ്ത് വന്നിരുന്നാ പോരെ. പട്ടിയും ദാരിദ്ര്യമൊക്കെ ഞങ്ങൾക്ക്. എവിടെന്നാണ് വിളിക്കുന്നത്? ഞങ്ങൾ 3 രൂപ തിരുവനന്തപുരത്തേക്ക് എത്തല്ല. തിരുവനന്തപുരത്തിന്റെ അപ്പുറം. പിന്നെന്താ ചായ കുടിച്ച? അതെ, എന്തുട്ടാ കടി? എന്താണ് ചായ കുടിച്ചു? നമുക്ക് മനുഷ്യന്മാരല്ലേട്ടാ. അതെ, പരസ്പരം ഇങ്ങനെ പറയാനൊക്കെ ഉണ്ടല്ലോ. ഞാൻ എന്റെ വിഷമങ്ങൾക്ക് എന്റെ ദൈവത്തിനോട് മാത്രം പറയട്ടെ. തങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. കേരളത്തെ കുറിച്ച് ഇപ്പൊ എന്തെങ്കിലും അറിയണമെന്ന് താല്പര്യമുണ്ടോ? എന്താണ് സാർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് തരുന്നതായിരിക്കും. എന്തോന്ന് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് ഞങ്ങക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലേ? മലയാളം താങ്കൾക്ക് അതിനുള്ള വിവരങ്ങൾ തരുന്നതായിരിക്കും. വിവരങ്ങൾ എന്താണ് വിവരം? പറ. വിവരം എന്താണെന്ന് അറിഞ്ഞൂടെ സാറിന്? ഇല്ല, പറഞ്ഞോ. അതിനല്ല ഞങ്ങൾ വിളിച്ചത്. ഏതിന്റെ വിവരങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതെ, ഫസ്റ്റിലാണ് എന്റെ നമ്പർ ബുസി നാട്ടു. ഓക്കെ സാർ, ക്ഷമിക്കുക. അതായത് ബിസിന്ന് കാണിക്കുന്നത് ബിസിന്നല്ല സാറേ, BUSY ബുസി.
നിങ്ങൾക്കൊട്ടും കേറില്ല, ബിസിന്നല്ല, ബുസി നാട്ടിൽ എന്താണെന്ന് ഞാൻ ചോദിച്ചേ. ഓക്കെ സാർ, താങ്കൾക്ക് എയർടെലിനെ കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും അറിയാനുണ്ടോ? എയർടെലിനെ കുറിച്ച് കുറച്ചുണ്ട്. ഒരു ടവർ കൊടുക്കാണ്ട് പോലെ വീടിന്റെ മുറിപ്പെക്കാണ്ട് 10 പാട്ടുമ്പോ. സാർ, താങ്കൾ ഇങ്ങനെ സംസാരിക്കാനാണ് ഞങ്ങൾ കോൾ ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും. ഡിസ്കണക്ട് വരും താങ്കൾ, ഞങ്ങൾ അവർക്ക് പോരും. എന്താണ് ഞങ്ങളേ അങ്ങോട്ട് പോരും. ഓക്കെ സാർ, അത് ഇൻഫർമേഷൻസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് പറയുന്നത് ഫയൻ, മലയാളം പറഞ്ഞാണ്. ഹലോ, പറഞ്ഞോളൂ, ഏതാണ് സാർ വേണ്ടെന്ന് പറയാമോ? അതെ അതെ, ഇപ്പൊ പുതിയ ഓഫർ ഉണ്ടല്ലോ, മെസ്സേജാ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ്. ഓഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഓണൊക്കെ വരല്ലേ? ഓക്കെ, ഓഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭിക്കണമെങ്കിൽ ഓഫർ എന്ന് ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യുക. ക്യാപിറ്റൽ ലെറ്റർ എന്ന് വെച്ചാൽ 300 വലിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്യുക. അതെങ്ങനെ സ്പെല്ലിംഗ്? ക്യാപ്റ്റൻ രാജിന്റെ ക്യാപ്പാ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ വലിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 1000ലേക്ക് SMS അയക്കുക. 1000 രൂപ ഞാൻ പറഞ്ഞില്ലേ, മഴ 10-20 പണിന്റെ ചേട്ടാ. 1000 രൂപ എന്നൊക്കെ പറയുന്നത് ഭയങ്കര കഷ്ടമാണ്. ഷെഡ്യൂൾ മേടിക്കാൻ പറ്റില്ല.